ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. അപ്പോൾ ബാക്കി വരുന്ന പുട്ട് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കിയാലോ. 2 പീസ് പുട്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് കടുകും കുറച്ച് ഉഴുന്നും ഇട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് മൂത്ത് ഒരു കളർ ചേഞ്ചായി വരുമ്പോഴേക്കും അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന പുട്ടിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സവാള ചേർത്ത് കൊടുത്താൽ മതി. എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി എണ്ണയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ആദ്യപ്പോഴേ ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ അത് കരിഞ്ഞു പോകാതിരിക്കും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുട്ട് നല്ലോണം കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. വഴറ്റിയെടുത്ത സവാളയിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പുട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇടുന്നതോറും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. അതേ മെത്തേഡ് തന്നെയാണ്. പുട്ടിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലൊരു പുട്ടുപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയപ്പോൾ ബാക്കി വരുന്ന പുട്ടൊന്നും കളയണ്ട. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കൊടുക്കാം. ഇതുപോലുള്ള റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.